9 വയസ്സുവരെ സ്കൂൾ കാണാത്ത ബാലൻ ഇന്ന് വിദ്യാഭ്യാസ നയങ്ങളെ തിരുത്താനുള്ള പോരാട്ടത്തിൽ. ആരാണ് സോനം വാങ്ചുക്? 1966 ലഡാക്കിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച സോനം വാങ്ചുക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറും ലോകപ്രശസ്തനായ വിദ്യാഭ്യാസ പരിഷ്കർത്താവും പരിസ്ഥിതി പ്രവർത്തകനുമാണ്. അദ്ദേഹം 9 വയസ്സുവരെ സ്കൂൾ കണ്ടിട്ടില്ല. കാരണം ആ നാട്ടിൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല. 1975 കുടുംബം ശ്രീനഗറിലേക്ക് താമസം മാറി. ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു ഭാഷകളിലേക്ക് പഠിപ്പിച്ചിരുന്ന ശ്രീനഗറിലെ ഒരു സ്കൂളിലേക്ക് സോനത്തെ അവർ ചേർത്തു. അടിസ്ഥാന വിദ്യാഭ്യാസമില്ലാത്തതിനാൽ സോനം അവിടെ ഏറെ പ്രതിസന്ധികൾ നേരിട്ടു. ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിക്കാൻ അറിയാത്ത സോനം കുട്ടികൾക്കിടയിൽ അഭ്യസ്തനായി. മരിക്കാൻ മാത്രമാണ് താനെന്ന് ആഗ്രഹിച്ചതെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തിൽ ഏറെ താല്പര്യനായിരുന്ന അദ്ദേഹം 1987 ശ്രീനഗറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ ടെക്നോളജിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം നേടി. ലഡാക്കിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ന്യൂനതകൾ തിരിച്ചറിഞ്ഞ അദ്ദേഹം 1988 സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് സ്ഥാപിച്ചു. ലഡാക്കിലെ സർക്കാർ സ്കൂളുകളെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സജ്ജമാക്കുന്ന ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചതും സോനമായിരുന്നു. ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് ലഡാക്കി വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ വഴിത്തിരിവായി മാറി. ലഡാക്കിലെ കർഷകർ നേരിടുന്ന ജലാംശം പരിഹരിക്കുന്നതിനായി കൃത്രിമ വിമാനങ്ങൾ നിർമ്മിക്കുന്ന സ്തൂപം ആവിഷ്കരിച്ചതിന്റെ ബഹുമതിയും സോനത്തിന് ലഭിച്ചു. പിന്നീട് സ്വിറ്റ്സർലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാനായി അദ്ദേഹത്തെ സമീപിച്ചു. കൊടും തണുപ്പിലും തങ്ങളുടെ സേവനം ചെയ്യുന്ന ഇന്ത്യൻ സൈന്യത്തിനും അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ആശ്വാസമായി മാറിയിട്ടുണ്ട്. 2021 ഫെബ്രുവരിയിൽ വാങ്ചുക് ഇന്ത്യൻ സൈന്യത്തിന്റെ സൗരോർജ്ജത്തിന് പ്രവർത്തിക്കുന്ന ടെന്റുകൾ വികസിപ്പിച്ചു. 2018 ഏഷ്യയിലെ ഉന്നത ബഹുമതിയായ മഗ്സസെ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.